ഇറ്റ്സ് മിലിസസ് കൊച്ചിക്കാരി ചൈതി. അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തലയോലപ്പറമ്പിലുള്ള ഫ്ലൈ വീൽസിലാണ്. അപ്പൊ ഇവിടത്തെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫുൾ വ്ളോഗ് എടുക്കാനായിട്ട് നമ്മുടെ ഫ്ലൈ വീൽസിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഇനോഗ്രേഷൻ വരാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി ഞാൻ കുറച്ച് തിരക്കിലായി പോയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ വീൽസിലുള്ള കറന്റ് ഉള്ള ഈ ഒരു സ്റ്റോക്ക് എല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ നമ്മൾ താഴത്തെ ഒരു പാർട്ടായിട്ടും അതുപോലെ തന്നെ മുകളിലത്തെ നമ്മൾ വേറൊരു പാർട്ടായിട്ടായിരിക്കും, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ 2 വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ കാണണം. ആക്ച്വലി ഇതിപ്പോ നമ്മുടെ ഫ്ലൈ വീൽസിന്റെ 3ാമത്തെ ഷോറൂം ആണ്. ഇത് കൂടാതെ താഴത്ത് നമുക്ക് വേറെ 2 ഷോറൂം ഉണ്ട്. അവിടെ ഒരു ഷോറൂമിൽ കംപ്ലീറ്റ് ടാക്സി പെർമിറ്റിലുള്ള വണ്ടികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു ഷോറൂം ഉണ്ട്, ആദ്യത്തെ ഒരു ഷോറൂം വേറെ ഉണ്ട്. അതും കൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫ്ലൈ വീൽസിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫ്ലൈ വീൽസിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ ഓണർ ആയിട്ടുള്ള അജ്മലിക്കയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോറൂമിലേക്ക് കയറുമ്പോൾ തന്നെ 2 സ്വിഫ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോ തന്നെ 2021 മോഡൽ വണ്ടിയാണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കമ്പനി എങ്ങനെ വന്നേക്കണോ ആ കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാ. ടച്ചപ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ക നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ബ്ലേഡാ, കസ്റ്റമറുടെ കീച്ചൈനാ ബ്ലേഡ്. ഓക്കെ, ഇതിന്റെ ഇന്റീരിയറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. നല്ലൊരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി ഉള്ളത്. 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? അതും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? വരുമ്പോ തന്നെ നമുക്ക് 5,80,000 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാന്നാണ്. ഓക്കെ, അതൊക്കെ നമുക്കൊരു 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം, സിമ്പിൾ ആയിട്ട് ഇറക്കാം. ഓക്കെ, അടുത്തത് എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2021 മോഡൽ വണ്ടിയാണ്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ വില വരുമ്പോ തന്നെ നമുക്ക് 5,40,000 രൂപയാണ് ചോദിക്കുന്നത്. കസ്റ്റമർക്ക് മാന്യമായി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാന്നാണ്. നമ്മുടെ വീഡിയോ കണ്ടു തന്നെ അവർക്ക് തീർച്ചയായും ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹോണ്ട സിറ്റി ആണ്. നമുക്ക് എപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ് ഹോണ്ട സിറ്റി അവൈലബിൾ ആണോ എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്ലൈ വീൽസിന്റെ ഒരു ഹോണ്ട സിറ്റി നമ്മൾ പരിചയപ്പെടുത്താം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇതിന്റെ ഡീറ്റെയിൽസ് വരുമ്പോ 2017 മോഡൽ ഹോണ്ട സിറ്റി ആണ്. വി വേരിയന്റ് നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി 63,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. വണ്ടി നമ്മൾ ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചോദിക്കുന്ന 6,95,000 രൂപയാണ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൊടുക്കാം. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും ഡൗൺ പേയ്മെന്റ് വരാം? ഇതും ഏകദേശം 50,000 രൂപ ആ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. ഫുൾ ഫിനാൻസ് തൊട്ടുള്ള വണ്ടികൾ നമുക്ക് കിടപ്പുണ്ട്. കാണിക്കാം. ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 50 രൂപയെങ്കിലും ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് സ്കോഡയുടെ കുഷാക്കാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2022 മോഡൽ വണ്ടിയാണ്. അറൗണ്ട് ഏകദേശം ഒരു 13 ലക്ഷം രൂപ 14 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്ന വണ്ടിയാണ് പുത്തൻ വണ്ടി. വണ്ടി എക്സ്ട്രാ പക്ക നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. പറഞ്ഞ വണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാന്നാണ്. വണ്ടി വില വരുമ്പോഴത്തേന് നമുക്ക് 8,30,000 രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ്. എങ്ങനെയായിരിക്കും ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടക്കേണ്ടത്? ഇത് ഏകദേശം ഈ പറഞ്ഞ പോലെ 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയ വ്യത്യാസമില്ല. 13 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അപ്പം കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ഫുൾ ഫിനാൻസ് തന്നെ കിട്ടുമായിരിക്കും. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഓ എന്റെ അമ്മ, ഇത്രയും നീറ്റ് ആണ്. നല്ല കലക്കൻ ഇന്റീരിയർ ഒക്കെയാണ്. ഇവിടെയുള്ള വണ്ടികളുടെ ഇന്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ പക്ക കേട്ടോ, ഒന്നും പറയാനായിട്ടില്ലേ. പിന്നെ വണ്ടി എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും
നിങ്ങള് വണ്ടി ഒരു മെക്കാനിക് ആയിട്ടൊക്കെ വന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാം അല്ലേക്കാ? അതെ അതെ, അതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഷോറൂം കണ്ടീഷനാ, ഷോറൂമിൽ നിന്ന് തന്നെ ആളെ കൊണ്ടുവന്ന് കാണിച്ചു. ഓക്കെ ഓക്കെ. അടുത്ത് നമ്മള് കിയ സോണറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഇത് വരുമ്പോ 2023 മോഡൽ വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വെറും 10,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. 2023 ലാസ്റ്റ് ആണ് വണ്ടി ഇറങ്ങിയേക്കുന്ന വണ്ടിയാണ്. ഏകദേശം സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല വണ്ടിയുടെ. ശരിയാണ് ട്ടോ. നല്ല പുത്തൻ, അയ്യോ ഓക്കെ, നല്ല പുത്തൻ പുതു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടാ നല്ല കലക്കൻ ഇന്റീരിയർ ഒക്കെയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? വെറും 10,000 കിലോമീറ്റർ മാത്രം. 10,000. എനിക്ക് തോന്നുന്നു മീറ്ററിൽ 10,000 ആയിട്ടില്ല കേട്ടാ. 9,964 കിലോമീറ്റർ. കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 ആയിട്ടില്ല. ഇനിയും നിങ്ങക്ക് 10,000 ആക്കാനായിട്ട് ഓടാൻ സമയമുണ്ട്. എത്രയാണ് ഇത്? ഇത് വരുമ്പോ നമുക്ക് 8,75,000 രൂപയാണ് ചോദിക്കുന്നത്. 8,75,000 അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 13-14 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്ന വണ്ടിയാക്കണം. 13 to 14 രൂപയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങിയേക്കുന്ന വണ്ടിയാണ്. മാന്യമായി നെഗോഷ്യബിൾ ഒക്കെ ചെയ്ത് കൊടുക്കാന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. വോക്സ്വാഗന്റെ പോളോയാണ്. ഇവിടെ കുറെ പോളോ നിങ്ങൾ എടുക്കണ്ടല്ലേ? എപ്പൊ വന്നാല് ഒരു പോളോങ്കിലും ഇവിടെ ഞാൻ കാണും. ഒന്നല്ല, നമുക്ക് അപ്പുറത്തെ ഷോപ്പിലും കിടക്കുന്നുണ്ട് പോളോ. നിങ്ങക്ക് ഭയങ്കര ആരാധനയൊന്നും ഈ വണ്ടിയോട്. ഇക്ക യൂസ് ചെയ്യണത് ഒരു പോളോ GT ആണ്. GT അല്ല, അല്ലല്ലോ, എന്തായാലും ഒരു പോളോ ആണ്. കുഴപ്പമില്ല, പറഞ്ഞു ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. 2018 മോഡല് വണ്ടിയാണ്. 2018 മോഡല് പോളോ ഹൈലൈൻ പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും മെയിൻ ആയിട്ടില്ല. ഏതോ ഒരു ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഫ്ലഡ് കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷന് വണ്ടിയാണ്. വണ്ടി ലോക്കാണ്, കുഴപ്പമില്ല. ഇത് എത്രയാണ് ഇക്ക ചോദിക്കുന്നത്? ഇത് വരുമ്പോ തന്നെ നമുക്ക് 6,25,000 രൂപ കൊടുക്കാം. 6,25,000. ലോൺ എങ്ങനെയാണ്? ഏകദേശം ഒരു 50 രൂപ കൊണ്ട് വണ്ടി ഇറക്കാം. നമുക്ക് ഫുൾ ഫിനാൻസിലുള്ള വണ്ടി ഉണ്ട്. നമുക്ക് അപ്പുറത്ത് കിടപ്പുണ്ട് പോളോ ഫുൾ ഫിനാൻസ്. വൈറ്റ് ആണല്ലേ? അത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കലക്കം വണ്ടിയാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനോവയാണ്. എപ്പോഴും നമുക്ക് എന്താ പറയാ, എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ് ഇനോവ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ആദ്യമേ ചോദിക്കട്ടെ ഒരു മിനിറ്റ്, അതർ സ്റ്റേറ്റ് ആണോ? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2012 മോഡലാണ്. കേരള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇതിന്റെ ഗ്ലാസ് ചിന്നി ഇരിപ്പുണ്ട്. ഇത് മാറാണ്ട് വെച്ചേക്കണത് കാരണം കൊണ്ടല്ല, ഇത് ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ടാണ് കസ്റ്റമറെ കാണിച്ചിട്ട് മാറി കൊടുക്കുന്നതാണ്. വേറെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വി വേരിയന്റിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1,80,000 കിലോമീറ്റർ. അതെ അതെ, ജെന്യുവൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ആണ്. എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് വരുമ്പോ തന്നെ നമുക്ക് 7,45,000 രൂപയാണ് ചോദിക്കുന്നത്. 7,40,000. ഓക്കെ. എങ്ങനെ ഫിനാൻസ് കിട്ടോ? നമുക്ക് ഫിനാൻസ് കിട്ടും. ഏകദേശം 1 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. ഇന്നോവനെയൊക്കെ സംബന്ധിച്ച് ഏകദേശം 1 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ്. നമുക്ക് ഈ 12 മോഡലൊക്കെ കിട്ടോ ഫിനാൻസ്? വണ്ടി ഫിനാൻസ് കിട്ടും. ഇയർ കുറവായിരിക്കും. ഓക്കെ ഓക്കെ. നമുക്ക് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 5 വർഷം കിട്ടുന്നത് ഇന്നോവയെ സംബന്ധിച്ചും 2 അല്ലെങ്കിൽ 3 വർഷമൊക്കെ മാക്സിമം കിട്ടുള്ളൂ. പിന്നെ അടവ് ഭയങ്കര കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് നമ്മൾ മാക്സിമം കൂട്ടി അടയ്ക്കണം. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്കോർപിയോയാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 3 സ്കോർപിയോ 3 ഷോറൂമിലായിട്ടുണ്ട്. ഐ മീൻ ഇവിടെ 2 ഉണ്ട്, പിന്നെ ഒരെണ്ണം നമ്മുടെ പഴയ ഷോറൂമിലുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2013 മോഡൽ സ്കോർപിയോ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 1 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാവുന്നതാണ്. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 4,40,000 രൂപയാണ്. 13 ആയ വണ്ടി പറഞ്ഞ ഇന്നോവയുടെ സെയിം കേസ് തന്നെ ആയിരിക്കും. അടവ് കണ്ടമാനം കൂടുതലായിരിക്കും. മാക്സിമം ഡൗൺ പേയ്മെന്റ് കൂട്ടി അടയ്ക്കാവുന്നവർ കൂട്ടി അടയ്ക്കുക. ഇനി അടുത്തത് വീണ്ടും നമ്മളൊരു ഇന്നോവയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒറിജിനൽ കേരളാണോ? ഇത് കേരള അല്ല, റീവണ്ടിയാണ്. ഓക്കെ. ഇത് 2015 മോഡല് റീവണ്ടിയാണ്. വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെ നല്ല വണ്ടിയാണ്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറില്ല. അന്നത്തെ അവിടുത്തെ 2015 7-ാം മാസം ഇറങ്ങിയേക്കണതിന്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ പുത്തൻ വണ്ടി വരുമ്പോ തന്നെ ഒട്ടിച്ച് വിടുന്നതാണ്. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. പിന്നെ റീവണ്ടി ആയതുകൊണ്ട്
നമ്മൾ 100% ഗ്യാരണ്ടി പറയുന്നില്ല. പറയുന്നില്ല. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെക്ക് ചെയ്തെടുക്കുക. ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, വണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ഒക്കെ ആയിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാന്നുള്ളതാണ് ഇക്ക പറഞ്ഞു വന്നത്. അതർ സ്റ്റേറ്റ് വണ്ടി ആയതുകൊണ്ടിട്ട് ആണ് ഞാൻ എടുത്ത് ചോദിച്ചാൽ അതർ സ്റ്റേറ്റ് ആണോ ഒറിജിനൽ കേരളയാണോ എന്നുള്ളത് കേട്ടോ. എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് സോറി പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുമ്പോൾ നമുക്ക് 8,35,000 രൂപയാണ് വരുന്നത്. 8,30,000 അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് ബൊലേറോയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫോഗ് ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നേക്കണ വണ്ടിയാണ്. ഇച്ചിരി ഒരു ടയർ ശകലം മോശമുണ്ട്. അത് നമുക്ക് വിലയോടെ സംബന്ധിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുവോ കുറച്ച് കൊടുക്കുവോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വീൽ ഡിസ്കും കാര്യങ്ങളൊക്കെ വെച്ച് തള്ളിച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2013 മോഡൽ വണ്ടിയാണ്. വണ്ടി പക്കാ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. സാധാരണ ബൊലേറോ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന തുരുമ്പും കാര്യങ്ങളൊക്കെ കയറുന്നതാണ്. ഇതിന് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ കസ്റ്റമർ നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാ. വണ്ടി നമ്മൾ വില ചോദിക്കുന്നത് 4,35,000 രൂപയാണ്. ഫിനാൻസ് കിട്ടും. ഈ പറഞ്ഞ ഇതിന്റെയൊക്കെ സംബന്ധിച്ച ഒരു കാറ്റഗറി തന്നെ ഡൗൺ പേയ്മെന്റ് കൂട്ടി അടയ്ക്കേണ്ടി. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എർട്ടിഗയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2013 മോഡൽ എർട്ടിഗയാണ്. ഇത് നമ്മള് ഡീറ്റെയിൽസ് പറയാനല്ല ഏകദേശം കച്ചവടമായി ഫിനാൻസ്. അടുത്ത നിങ്ങൾക്ക് നമ്മളൊരു 3 ആൾട്ടോയാണ് പരിചയപ്പെടുത്താൻ പോണം. 3 ഒരേ സ്ഥലത്ത് കിടക്കണോട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇത് മാത്രമല്ല ഇനി നമുക്ക് വേറെ ആൾട്ടോ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയും. ഇത് വരുമ്പോഴത്തേനും 2021 മോഡല് ആൾട്ടോ CNG വണ്ടിയാണ്. വണ്ടി 10-35 മൈലേജ് ഒക്കെ കിട്ടും. ആൾട്ടോക്ക് ഓൾറെഡി 10-20 മൈലേജ് ഉണ്ട്. CNG വണ്ടി ആകുമ്പോൾ ഒരു 35 ഒക്കെ മൈലേജ് കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ യൂബർ ടാക്സി ഒക്കെ ഓടുന്നവർക്ക് അത് ഓക്കെ ആയിരിക്കും. പ്രൈവറ്റ് വണ്ടിയാണ്. ടാക്സി ആക്കാൻ വലിയ ക്യാഷ് ചെലവ് വരത്തില്ല. ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന്റേതായ കൺവെർട്ടേഷൻ ചാർജ് വരുള്ളൂ. കാരണം നമ്മൾ പ്രൈവറ്റ് പിക്ക് ആയിട്ടേക്കണ വണ്ടിയാണല്ലോ. ടാക്സി ആക്കുമ്പോ അതിന് ചെറിയ GPS കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിന്റേതായ ചെറിയ ചെറിയ എക്സ്ട്രാ എമൗണ്ട് വരുള്ളൂ. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 3,45,000 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് വേറൊരു 2 ആൾട്ടോ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2022 ഇത് 2021. ഓക്കെ, സോറി 20. ഓക്കെ. ഇത് വരുമ്പോ 2021 മോഡൽ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ എനിക്ക് തോന്നുന്നു കിലോമീറ്റർ നോക്കാം 23,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. അതാണെങ്കിലും സംശയം പറയാം, ഇത്രയും വണ്ടികൾ കിടക്കുമ്പോഴത്തേനും ചെറിയ ചെറിയ അത് വിഷയമില്ല. നമ്മൾ തന്നെ ചിലപ്പോ എല്ലാം ഓർത്തിരുന്നൊന്നും വരില്ല. അത് വിഷയമില്ല. എങ്ങനെയാണ് ഇതിന്റെ എങ്ങനെയാണ് അപ്പൊ? ഇത് വരുമ്പോഴത്തേനും 3,55,000. 3,55,000 2020 മോഡല്. ഇത് 3,50,000, 3,65,000, 3,45,000. ഇത് കമ്പനി CNG ആട്ടോ. പുറത്ത് CNG വണ്ടിക്ക് ശകലം ഡിമാൻഡ് കൂടുതലാണ്. അവിടെ ഒരു കാണിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എടുക്കാനായിട്ട് താല്പര്യം കോൺടാക്ട് ചെയ്യും. ഇനിയിപ്പോ അടുത്ത നമുക്ക് അവിടെ 2 വണ്ടിയും കൂടി 3 വണ്ടിയും കൂടി ഉണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് ഐറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുമ്പോ 2017 മോഡല് i20 ആണ്. വണ്ടി ബേസ് മോഡല് വരുന്ന വണ്ടിയാണ്. ഏതാണത്? വണ്ടി വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ്. 53,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിന്റെ ഒരു തനിമ കാണാനുണ്ട്. നീറ്റ് വണ്ടിയാണ്. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് നമുക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.5 ലക്ഷം രൂപ. ഏകദേശം ഫുൾ ഫിനാൻസും കിട്ടും കേട്ടോ. ആണോ? i20 ഫുൾ ഫിനാൻസോ? i20 നമുക്ക് 2017 ഫുൾ കിട്ടും. 19 ഡൗൺ പേയ്മെന്റ് ഇച്ചിരി അടക്കേണ്ടി വരും. 17 ഫുൾ ഫിനാൻസ് കിട്ടുന്ന വേറെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഈ കാണുന്ന സ്വിഫ്റ്റ് ആണ്. ഇത് സ്വിഫ്റ്റ് ഡിസയർ ആണ് കേട്ടോ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2019 മോഡല് ഡീസൽ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വണ്ടിക്ക് ശകല ഒരു ഡിമാൻഡ് കൂടുതലുണ്ട്. പ്രത്യേകിച്ച് സ്വിഫ്റ്റ് നിർത്തി പോയോണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡിമാൻഡ് ടാക്സി അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്.
ഇതൊക്കെ ടാക്സി ആക്കേണ്ട കാര്യമില്ല. കാര്യമൊന്നുമില്ല. കാരണം ടാക്സി ആക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾട്ടോയിൽ പറഞ്ഞ പോലെ തന്നെ അതെ. ആ ഒരു വ്യത്യാസങ്ങളെ വരുള്ളൂ. ടാക്സി ആക്കി തന്നെങ്കിൽ ആക്കി തരും. ടാക്സി ആക്കണതിന്റെ കൺവേർട്ട് ചെയ്യുന്നതിന്റേതായ കാശ് മാത്രമേ വരുള്ളൂ. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേനും 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് 60,000 കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടി വേറെ കിടപ്പുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ തന്നെ. എത്ര ഇത് പ്രൈസ് എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് 5,75,000 രൂപ കൊടുക്കാം. 5,70,000 അല്ലേ? ഓക്കെ. ഇതെങ്ങനെ നമുക്ക് ഡൗൺ എത്ര ഒരു 50,000 അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? 50,000 1 ലക്ഷം? നമുക്ക് ഡീസൽ വണ്ടിക്ക് നമുക്ക് കസ്റ്റമറുടെ ഇടയിൽ മാർക്കറ്റ് കൂടുതലുണ്ടെങ്കിലും ഫിനാൻസുകാർ അത്രയും മാർക്കറ്റ് കൂടുതൽ തന്നെന്നില്ല. ഡൗൺ പേയ്മെന്റ് 50 ഒരു 70-80 ഒക്കെ അടക്കേണ്ടി വരും. ഓക്കെ. ഇനി അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് നമ്മൾ വീണ്ടും ഒരു എർട്ടിഗയാണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 മോഡൽ എർട്ടിഗ ഡീസൽ വണ്ടിയാണ്. നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഒരു 18 to 20 മൈലേജ് കിട്ടും. ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് 6,55,000 രൂപയാണ് ചോദിക്കുന്നത്. 6,55,000 അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് വണ്ടികൾ വേറെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അവിടെ നമ്മൾ വിട്ടുപോയൊരു 4 വണ്ടിയുണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഫ്രണ്ടിലായിട്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് 4 അമേസ് ആണല്ലേ? 2 അമേസ്, സ്വിഫ്റ്റ് ഡിസയർ, അതുപോലെ തന്നെ സ്വിഫ്റ്റ്, അങ്ങനെ 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം നല്ല തകർപ്പൻ അലോയ്സ് ഒക്കെ ഉള്ള എന്റെ അമ്മോ. ഓക്കെ. എങ്ങനെയാണ് ഈ അമേസിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ 2013 മോഡല് അമേസ് ആണ്. ഓക്കെ. പെട്രോൾ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ കസ്റ്റമർ ഇട്ടതാണ് ഈ അലോയിലും കാര്യങ്ങളൊക്കെ. ടയറും അലോയി ഇട്ടിട്ട് ഒരു 2-3 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാ. പാർക്കാൻസൽ വന്നേക്കാണ്. അവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 3,400 എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ ഇത് 2019 മോഡല് ഡീസൽ അമേസ് ആണ്. വണ്ടിക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേനും ചെറിയ ഡിമാൻഡ് ഇച്ചിരി കൂടുതലുള്ള വണ്ടിയാണ്. കാരണം അമേസ് ഡീസൽ വരുമ്പോഴത്തേനും നല്ല മൈലേജും കാര്യങ്ങളുണ്ട്. കംപ്ലൈന്റ് കുറവാണ് ഹുണ്ടായുടെ വണ്ടിക്ക്. അതുകൊണ്ട് ശരി ഹോണ്ടയുടെ വണ്ടിക്ക് 76,000 കിലോമീറ്റർ ആണ് നിലവിൽ മീറ്ററായി കിടക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ അല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.40 ഒക്കെ ഓടിയിട്ടുണ്ട്. കസ്റ്റമർ നമ്മൾ മറിച്ചതല്ല, കസ്റ്റമർ നമുക്ക് പറഞ്ഞാണ് തന്നത്. അതുകൊണ്ട് നമ്മളും പറഞ്ഞു കൊടുക്കുള്ളൂ. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 5,75,000 രൂപ. ഇപ്പൊ എന്തായാലും അത് പറഞ്ഞു നന്നായി. കാരണം നമ്മൾ പറഞ്ഞ് കച്ചവടം ചെയ്യണതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. എത്രയുണ്ട് ചോദിക്കണെന്ന് പറഞ്ഞാൽ? ഇത് 5,75,000. 5,75,000. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ സ്വിഫ്റ്റ് ഡിസയർ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഇക്ക പറഞ്ഞ നേരത്തെ പെട്രോൾ ആണ്. നമ്മുടെ അപ്പുറത്തെ ഷോപ്പിലാണ്. ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോഴത്തേനും 2018 മോഡൽ പെട്രോൾ വണ്ടിയാണ്. ZXi വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. വില വരുമ്പോഴത്തേനും നമ്മൾ 5,85,000 രൂപയാണ് ചോദിക്കുന്നത്. ZXi വേരിയന്റ് ആയതുകൊണ്ടാണ് വില വ്യത്യാസം വരുന്നത്. ഓക്കെ. അടുത്തത് സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഏതാണ് വേരിയന്റ്? അത് വരുമ്പോഴത്തേനും 2018 മോഡല് സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. ഈ 18 ഞാൻ മറ്റേ പറഞ്ഞ പോലെ തന്നെ ഡീസൽ നിർത്തി പോണോണ്ട് ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. എന്നാലും നമ്മൾ മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത്. 5,95,000 രൂപയാണ് ചോദിക്കുന്നത്. മാന്യമായി കുറച്ച് തരാം. ഡീസൽ വേരിയന്റ് നിൽക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അലൈവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വേറൊന്നുമല്ല, ഇനി അടുത്തൊരു സെക്ഷൻ നിങ്ങൾ കാണിച്ചു തരാനുണ്ട്. അവിടെ മുകളിൽ വേറെ കുറച്ചധികം വണ്ടികൾ കിടക്കുന്നുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണണം. ഇത് കൂടാതെ വേറെ 2 ഷോറൂമും കൂടെ ഉണ്ട്. അതിന്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ കാണിച്ചിരിക്കുന്ന വണ്ടിയുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈ വീൽസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഫിനാൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ എല്ലാവരും ആരെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ എടുക്കുന്ന ആൾക്കാരാണ്, എന്നെ പോലെ അല്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.